ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കിടന്ന് ഉറങ്ങാനും നല്ല സുഖമുണ്ടായിരുന്നു. 9 മണി വരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനി ഉറങ്ങുകയാണെങ്കിൽ തലയിൽ വന്ന് വെള്ളം പാരും. അതുകൊണ്ട് പെട്ടെന്ന് എണീറ്റ് പുറത്ത് സിറ്റ് ഔട്ടിലേക്ക് വന്നിരുന്നതായിരുന്നു. മുറ്റത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നല്ല തണുത്ത കാറ്റും നനഞ്ഞ് കുതിർന്നെടുക്കുന്ന മണ്ണും ചെടികളിലൊക്കെ മഴത്തുള്ളികൾ വന്ന് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു പൂതി തോന്നി, മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇമ്മൻ്റെ കൃഷിയിടത്തിൽ ഞാനൊന്ന് വിസിറ്റ് ചെയ്താലോ എന്ന്. ചെടികളുടെ സുഖവിശേഷമൊക്കെ ഒന്ന് തിരക്കണമല്ലോ. അങ്ങനെ പോയി നോക്കിയാണ് കേട്ടോ. അപ്പോൾ കർമൂസമരൊക്കെ നന്നായിട്ട് വളർന്ന് വലുതായിട്ടുണ്ട്. തെന്നിങ്കാട്ടം വലുതായിട്ടുണ്ട്. പിന്നെ അതാ വാഴയുണ്ട്. വാഴത്തൈത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. വാഴത്തൈത് വലുതായിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു മാവത്തായി ഉണ്ട് കേട്ടോ. വഴുതനൻ്റെ താഴത്തായിട്ട് ഒരു കുഞ്ഞു മാവത്തായി ഉണ്ട്. അതിനുള്ളിൽ കൂടെ തന്നെ മത്തങ്ങൻ്റെ ഇല ഉണ്ട് കേട്ടോ. മത്തങ്ങൻ്റെ ഇലയും വളർന്ന് വലുതായിട്ടുണ്ട്. പിന്നെ ഇതാ തെങ്ങിൻ്റെ ഇടയിൽ കൂടി ഒളിച്ചളി കളിക്കുന്ന ഒരാളെ കണ്ടോ? എൻ്റെ മോനാണ് കേട്ടോ. ആള് ഞാൻ എണീച്ച് പോകുന്നത് കണ്ടിട്ട് എൻ്റെ വീട്ടിൽ വന്നതാ. ആശാന് ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. ഞാൻ മിസുനാണെങ്കിൽ മുറ്റത്തിറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കണ്ണെറ്റ മുറ്റത്തിറങ്ങി ഓടിക്കാറ്. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാഴത്തൈയാണ് കേട്ടോ. ആള് ചെറിയ കന്നായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് വലുതായി ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകുണ്ട്, ചീരാമുളകുണ്ട്, പിന്നെ ഇതാ കറിവേപ്പില വലിയ മരം പോലെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ കർമൂസ ഇതാ നല്ല ഓക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ മഴയും കൂടി കിട്ടിയതുകൊണ്ട് ഒന്നുകൂടി ഉഷാറാവുന്നുണ്ട്. നല്ല ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇത് പുറത്തുനിന്നുള്ളൊരു കർമൂസ മരമാണ്. പിന്നെ നമ്മുടെ ചെമ്പരത്തി, പിന്നെ ചെമ്പരത്തി മൈലാഞ്ചി ചെടിയും ഒരുമിച്ചാണുള്ളത്. ചെമ്പരത്തിന്മേൽ നല്ല പൂവ് വന്നിട്ടുണ്ട് കേട്ടോ. 4-5 പൂക്കൾ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് അല്ലേ കാണാൻ. പച്ചയിലൻ്റെ ഉള്ളിൽ കൂടെ ചുവന്ന പൂവ് കാണാൻ ഭയങ്കര രസമാണ് അല്ലേ. ഇതൊക്കെ മഴയത്തോടെ വെള്ളം നനഞ്ഞ് കിടക്കുകയും കൂടെ ആയിട്ട് ഒന്നുകൂടി പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ട്. മൈലാഞ്ചി ചെടിയും ഉണങ്ങിപ്പോയിണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ട് മൈലാഞ്ചി ചെടിയും ഉഷാറായിട്ടുണ്ട്. ആശാനത്ത് ആ ചെറുപ്പൊന്നും ഇല്ലാതെ നടക്കുക. പൈപ്പിൽ വെള്ളം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ചേട്ടാ നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ പോയി ചായ കുടിക്കണം. എന്താണോ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു ചീര ഉണ്ട് കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ ചീര ഉപ്പേരി വെച്ചാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇലവർഗ്ഗമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ഉപ്പേരി വെച്ചാൽ. ഇതാണ് കേട്ടോ നമ്മുടെ വരുന്ന വഴി. അവിടെയും കുറച്ച് കളർ ചെടികളാണുള്ളത്. പിന്നെ ഒപ്പം കവുങ്ങും ഉണ്ട് കേട്ടോ. നല്ല നീണ്ടു പോയിട്ടുണ്ട്. പിന്നെ തെങ്ങ് ചെറിയൊരു ഹൈറ്റ് എത്തിയപ്പോൾ മുതൽ തന്നെ നല്ലോണം തേങ്ങ ഉണ്ടാവലുണ്ടായിരുന്നു. നല്ല ഇളനിയാണ് കരിക്കും ഇളഞ്ഞി. അപ്പോൾ അതിനാണ് ഞങ്ങൾ കൂടുതൽ ഇളഞ്ഞിയായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നന്നായിട്ട് ഹൈറ്റ് വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ അതിനായിട്ടൊരു വലിയൊരു കൊക്കയുണ്ട്. അപ്പോൾ ഉമ്മയൊക്കെ ആ ഒരു കൊക്ക ഉപയോഗിച്ചിട്ട് ഇളഞ്ഞി തള്ളിയിടും. ആരെങ്കിലും വരെയൊക്കെ ചെയ്യുമ്പോൾ ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. നമ്മൾ കൂടുതൽ തേങ്ങ ആയിട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ കുറ്റിക്കുരുമുളകുണ്ട്. അതൊക്കെ ചെറിയ കുരുമുളക് വള്ളിയായിരുന്നു. അത് പിന്നെ നന്നായിട്ട് പടർന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. കയറി വരുന്ന വൈമ തന്നെയാണ്. അത് നന്നായി പടർന്നുണ്ടായിട്ടുണ്ട്. പിന്നെ പയർ വളർത്തുന്നുണ്ട്. ഒരു കയറ് കെട്ടി അതിനെ വളർത്തുന്നുണ്ട്. അതിൻ്റെ ഇലയൊക്കെ ഒരു വിധമൊക്കെ പുഴു തിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നല്ല വയലറ്റ് മുളകുണ്ട്. 1-2 ഉണ്ടായിട്ടുള്ളൂ. നല്ല വയലറ്റ് കളറിലെ ചീരാമുളകാണ്. പിന്നെ തുളസിയാണ്. ഉപ്പക്ക് തലവേദനയ്ക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ വെള്ളത്തിലിട്ട് ഞാൻ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്. ഉമ്മയുടെ കൃഷിയിടമൊക്കെ എല്ലാവരും കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നാൽ ഞാൻ പോയി ഒന്ന് ചായ കുടിച്ചാലട്ടെ കേട്ടോ. ഓക്കെ, ഗുഡ് ബൈ.